നമസ്കാരം. എന്റെ വീഡിയോകൾ കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് ഏറ്റവും ഇഷ്ടം വിമർശനമാണ്. നിങ്ങൾ വിമർശിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ചിന്തിക്കുവാനും എനിക്ക് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനം കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എന്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാം ബൈബിളിൽ വായിക്കുമ്പോൾ യേശുവിന്റെ ജനനം നടന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാനായി എത്തിയവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്മാനങ്ങൾ പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നീ 3 വസ്തുക്കളായിരുന്നു. അതിൽ മുഖ്യസ്ഥാനം പൊന്നിനാണ് അഥവാ സ്വർണത്തിനാണ്. പണ്ട് മുതലേ സ്വർണത്തോട് മനുഷ്യനുള്ള കമ്പം എന്തായിരുന്നെന്ന് തെളിയിക്കുന്നതാണ് ഈ പൊന്ന്. യേശുവിന്റെ ജനനത്തിന് മുമ്പ് പഴയ നിയമത്തിൽ യഹോവ പറയുന്നുണ്ട്, നിങ്ങൾ സമാഗമന കൂടാരമുണ്ടാക്കുമ്പോൾ അതിൽ ഇത്ര പൊന്ന്, അത് ഇന്നടത്ത് ഇന്ന പോലെ വേണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതും പൊന്നിന്റെ കണക്കാണ്. ഈ പൊന്നിന്റെ മാഹാത്മ്യം നാം നമ്മുടെ പുതിയ തലമുറയിലും നാം കണ്ടു കഴിഞ്ഞു. നമുക്ക് പൊന്നിൻ കുരിശുണ്ട്, പൊന്നിൽ തീർത്ത കന്യാമറിയത്തിന്റെ പ്രതിമകളുണ്ട്, പൊന്നിൽ തീർത്ത യേശുക്രിസ്തുവിന്റെ തിരുരൂപങ്ങളുണ്ട്, അതുപോലെ തന്നെ പൊന്നിൽ തീർത്ത ഹൈന്ദവ വിഗ്രഹങ്ങളുണ്ട്. ധാരാളം പൊന്നിൽ തീർത്ത വിഗ്രഹത്തെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. പൊന്നിന്റെ മയമില്ലാത്ത ദൈവികമായ ഒരു കാര്യവും ഇല്ല. പൊന്നാണ് എല്ലാം. ഈ പൊന്നില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ കൽപ്രതിമകളാണ്. ഇവിടെ മിണ്ടായിരുത്തോളം അവിടെ മിണ്ടല്ലേ, അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇനി മിണ്ടല്ലോ, അപ്പൊ പറഞ്ഞ കേട്ടോട്ടിരുന്നോ. അപ്പൊ പറയുമ്പോ ചിരിച്ചാ മതി. ഇപ്പൊ ചിരിക്കാൻ ഇപ്പൊ അത് അങ്ങോട്ട് നോക്കിയിരുന്നാ മതി കേട്ടോ. പൊന്നിൽ തീർത്ത വിഗ്രഹങ്ങളോടാണ് ഭക്തജനങ്ങൾക്കും താല്പര്യം. കാരണം പൊന്നാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയം. അതുകൊണ്ടാണ് ഞാൻ പൊന്നിന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഒരു പള്ളിയിൽ തടി കൊണ്ടുള്ള കുരിശാണെങ്കിൽ അതിനൊരു മാഹാത്മ്യവുമില്ല. അല്പം കൂടി മാഹാത്മ്യമുള്ളത് വെള്ളിയിൽ തീർത്ത കുരിശിനാണ്. അതിനും മാഹാത്മ്യക്കുറമാണ്. പൊന്നിൽ തീർത്തതാണെങ്കിലോ നാം പറയും ഇന്ന പള്ളിയിൽ പൊന്നിൻ കുരിശാണ് ഉള്ളത്, പൊന്നിൽ തീർത്ത മാതാവിന്റെ രൂപമാണുള്ളത്, പൊന്നിൽ തീർത്ത ക്രിസ്തുദേവന്റെ രൂപമാണുള്ളത്, ഇന്ന അമ്പലത്തിൽ ഭഗവാന്റെ വിഗ്രഹം സ്വർണമാണ്, ഇന്ന അമ്പലത്തിൽ കല്ലാണ്, ഇന്ന അമ്പലത്തിൽ പഞ്ചലോഹമാണ് എന്നിങ്ങനെ നാം പറയാറുണ്ട്. അപ്പോൾ പൊന്നിന്റെ മാഹാത്മ്യം എന്താണെന്ന് ഈ പൊന്നിന്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വക കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഈ സ്വർണത്തോടുള്ള മനുഷ്യന്റെ കമ്പമാണ് നാം സ്വർണക്കുരിശിനെയും സ്വർണ വിഗ്രഹങ്ങളെയും നാം ഇഷ്ടപ്പെടുവാനുള്ള കാരണം. എവിടെ സ്വർണമുണ്ടോ അവിടെ ഭക്തജനങ്ങളുണ്ട്. എവിടെ സ്വർണമുണ്ടോ അവിടെ കള്ളന്റെ കണ്ണുണ്ടുകളുണ്ട്. അവിടെ കള്ളൻ സ്വർണമുണ്ടെന്നറിഞ്ഞാൽ ആ സ്വർണം എങ്ങനെ മോഷ്ടിക്കണമെന്നുള്ളതിന്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. ശബരിമലയ്ക്ക് ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം ഒരു സർക്കാരിനെ പോലും മുൾമുനയിൽ നിർത്തുവാൻ ശബരിമലയിലെ സ്വർണത്തിന് കഴിഞ്ഞു. ഈ സ്വർണം അവർ മോഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമല വാർത്താ പ്രാധാന്യം നേടുകയില്ലായിരുന്നു. ഈ ഗവൺമെന്റിനെയും അത് ബാധിക്കുകയില്ലായിരുന്നു. ഈ സ്വർണത്തോടുള്ള നമ്മുടെ കമ്പമാണ് ഇതിനെല്ലാം കാരണം. ഇനിയുമാണ് ഞാൻ ബഹുമാന്യരായ എന്റെ പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കുന്നത്. എന്തിനാണ് ദൈവങ്ങൾക്ക് സ്വർണം കൊടുക്കുന്നത്? നമുക്കൊരു ദൈവത്തോട്, നമുക്ക് നമ്മുടെ വിശ്വാസം ഒരു ഭഗവാനോട് അല്ലെങ്കിൽ ഒരു ദൈവത്തോടുണ്ടെങ്കിൽ ആ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നാം അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ പോരെ. നാം എന്തിനാണ് ആ ദൈവത്തിന് സ്വർണം വാങ്ങിക്കൊടുക്കുന്നത്?
നാം എന്തിനാണ് ആ ദൈവത്തെ സ്വർണത്തിൽ പൊതിയുന്നത്? നാം എന്തിനാണ് ആ ദൈവത്തെ കാണാനുള്ള കവാടങ്ങളിൽ സ്വർണം പൊതിയുന്നത്? ഇതുകൊണ്ടല്ലേ നാം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. ഇനിയും നമ്മൾ ആരും ചിന്തിക്കാത്തതും നിങ്ങൾ എന്നെ മോശമായി ചിത്രീകരിക്കാൻ പോകുന്നതുമായ ഒരു കാര്യം പറയാം. ഈ സ്വർണങ്ങൾ മോഷണം പോയതെല്ലാം ഈ ദൈവങ്ങളുടെ കൺമുമ്പിൽ നിന്നാണ്. ഇത് ഇന്നും ഇന്നലെയും പോകാൻ തുടങ്ങിയതല്ല. നാളുകളായിട്ട് നാം കാണുന്നു, ഇന്ന പള്ളിയിൽ നിന്നും സ്വർണ്ണ കുരിശു പോയി, ഇന്ന പള്ളിയിൽ നിന്നും കാണിക്ക വഞ്ചി കുത്തിത്തുറഞ്ഞു, ഇന്ന അമ്പലത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു, ഇന്ന ക്ഷേത്രത്തിലെ ഭഗവാനെ തന്നെ എടുത്തുകൊണ്ടുപോയി. ഇതെല്ലാം സ്വർണമായിരുന്നു, അല്ലെങ്കിൽ പഞ്ചലോഹങ്ങളായിരുന്നു. ഈ ദൈവങ്ങൾക്ക് അവർക്ക് ജനങ്ങൾ കൊടുത്ത ഈ സ്വർണത്തെ സൂക്ഷിക്കുവാൻ ഈ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ദൈവങ്ങൾക്ക് സ്വർണം കൊടുക്കുന്നത്? ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ദൈവത്തിനും സ്വർണം കൊടുക്കരുത്. നിങ്ങൾ ആ ദൈവത്തെ നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി. ആ ദൈവം നിങ്ങൾക്ക് ഫലം തരട്ടെ. നിങ്ങൾ ദൈവത്തിന് സ്വർണം കൊടുത്താൽ ദൈവത്തിന് അത് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് എല്ലാ മതവിഭാഗത്തെ ദൈവങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തെളിച്ചത് കിലോ കണക്കിന് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണമാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ലെന്നല്ല ആണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതോ നിങ്ങൾ നിരീശ്വരവാദിയാണോ? ഞങ്ങൾ പ്രാർത്ഥിക്കരുതെന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ആരുടെയും ദൈവങ്ങൾക്ക് ശക്തിയില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വർണം സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിവില്ല. അത് ഞാൻ തറപ്പിച്ചു പറയും. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അമ്പലങ്ങളിൽ നിന്നും ഈ പള്ളികളിൽ നിന്നും സ്വർണവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പണവും നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇനിയെങ്കിലും നമുക്കൊരു ബോധോദയം ഉണ്ടായി. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ദൈവാലയത്തിൽ കൊണ്ടുപോയി ഈ സ്വർണങ്ങൾ കൊടുക്കരുത്. ഈ സ്വർണങ്ങൾ പല കൈകളിലൂടെ പല സ്ഥലങ്ങളിലൂടെ എന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ വേണ്ടി പറയുന്നതല്ല. ദൈവത്തിന് സ്വർണത്തിന്റെ ആവശ്യമില്ല. കല്ലുകൊണ്ടുള്ള ദൈവമാണെങ്കിലും ആ ദൈവത്തെ ആരാധിക്കാം. തടി കൊണ്ടുള്ള ദൈവമാണെങ്കിലും ആരാധിക്കാവുന്നതേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു കണ്ണാടി വെച്ചിട്ട് അതിൽ നിങ്ങൾ നോക്കാനാണ് പറഞ്ഞത്. നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദൈവം ആരാണെന്ന്. ശബരിമലയുടെ നടക്കൽ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാണ് എന്നാണ് അതിന്റെ അർത്ഥം. തത്വമസി എന്ന് പറഞ്ഞാൽ നീ അന്വേഷിക്കുന്നയാൾ അത് നിന്നെ തന്നെയാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ദൈവം ഇരിക്കുന്നത്. ആ ദൈവത്തെ കാണാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണവും സ്വർണവും കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ദൈവത്തെ ആരാധിക്കരുതെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വ്രണപ്പെടുത്തുന്നില്ല. അത് മനുഷ്യന് ഉള്ളിടത്തോളം കാലം ഈ വിശ്വാസങ്ങൾ നിലനിൽക്കും. ഇത് നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം നമ്മളുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് എപ്പോഴും ദൈവത്തോടുള്ള വിശ്വാസം. നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് ചാരിയാനുള്ള ഒരു ഏണിയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. നാം അവിടേക്ക് നോക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം കരയുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. അത് നാം തന്നെ കണ്ടെടുക്കുന്നതാണ്. ഒരു ദൈവത്തെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങളുടെ പണം സ്വർണമായി നിങ്ങൾ ഒരു ദൈവത്തിനും കൊടുക്കരുത്. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ദൈവങ്ങൾ തന്നെ തെളിയിച്ച സ്ഥിതിക്ക് അത് തുടരുതെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും, തെറ്റെങ്കിൽ തെറ്റെന്നും നിങ്ങൾക്കതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ നമസ്കാരം.